കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കും എന്നാണ് ഒടുവിൽ പുറത്തു വന്ന വാർത്ത. ഇതുവരെയും പക്ഷേ ആരും ഇത് സ്ഥിരീകരിച്ചിട്ടില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും അറിയില്ല എന്നാണ്. ഇത് പറഞ്ഞ് അദ്ദേഹം കാറിൽ കയറി പോവുകയും ചെയ്തു. ഇപ്പോഴിതാ പുതിയ വെളിപ്പെടുത്തൽ വന്നിരിക്കുന്നു. കെ സുധാകരന് കണ്ണൂരിൽ സീറ്റില്ല, എല്ലാം അഭ്യൂഹം മാത്രമാണ്. CEC സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി എടുത്ത തീരുമാനം, ആ തീരുമാനത്തിൽ മാറ്റം വരുത്തണമെങ്കിൽ വീണ്ടും CEC കൂടണമല്ലോ. കൂടിയിട്ടില്ല. അതുകൊണ്ട് ഇതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണ്. ആരാണ് പറയുന്നത്? രാജ്മോഹൻ ഉണ്ണിത്താൻ. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അപ്പോൾ സ്വാഭാവികമായി CEC ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് മേടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കാലത്തെ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഓരോ ചാനലുകൾ ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അഭ്യൂഹം എന്ന് പറയുന്നത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അല്ല, ഞാൻ പറഞ്ഞത് CEC പാസ്സാക്കിയ ലിസ്റ്റ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ സ്വാഭാവികമായി CEC ഒരു ലിസ്റ്റ് പാസ്സാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ലിസ്റ്റ് റിവോക്ക് ചെയ്യണമെങ്കിലോ റീഓപ്പൺ ചെയ്യണമെങ്കിലോ അവരുടെയും കൂടെ ഒരു പെർമിഷൻ വേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. തെരഞ്ഞെടുപ്പ് സമിതി അംഗങ്ങൾ എല്ലാവരും തിരിച്ചുപോയി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കേരളത്തിൽ എത്തിക്കഴിഞ്ഞു. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും കേരളത്തിൽ എത്തി. പിന്നെ എങ്ങനെയാണ് വീണ്ടും ഒരു തീരുമാനത്തിൽ മാറ്റം വരുത്താം? അവരുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമല്ലേ തീരുമാനത്തിൽ മാറ്റം വരുത്താൻ കഴിയുകയുള്ളൂ എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നത്. അപ്പോഴും അദ്ദേഹം ഒരു ക്ലോസ് വെക്കുന്നുണ്ട്. എന്ത് തീരുമാനവും AICC പ്രസിഡന്റിന് എടുക്കാം. AICC പ്രസിഡന്റിന് എന്ത് തീരുമാനമെടുക്കാം. എല്ലാ കമ്മിറ്റികൾക്കും മുകളിലാണ് AICC പ്രസിഡന്റ് എന്നാണ്. അങ്ങനെ മല്ലികാർജ്ജുന ഖാർഗെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടാകുമോ? AK ആന്റണിയുടെ നിർദ്ദേശമനുസരിച്ച് കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ എന്ന ചോദ്യമാണ് ഉയർന്നത്. കെ സുധാകരനെ കണ്ണൂരിൽ മത്സരിപ്പിക്കാൻ തീരുമാനിച്ചാൽ മറ്റു MPമാരും മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്ത് വരും. അതിൽ ഏറ്റവും പ്രധാനം UDF കൺവീനറായ അടൂർ പ്രകാശാണ്. അടൂർ പ്രകാശ് മത്സരിക്കുമെന്ന് നേരത്തെ പറയുകയും അവസാന നിമിഷം വരെ പോരാടി നിൽക്കുകയും ചെയ്തിരുന്നു. ഒരു MPമാരും മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനം വന്നപ്പോഴാണ് അടൂർ പ്രകാശ് പിൻവാങ്ങിയത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, ഞാൻ പിൻവാങ്ങുന്നു, ഞാൻ മത്സരിക്കണമെന്ന് കോന്നിയിലെ ജനങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ട്, കോന്നി എൻ്റെ കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. എന്നിരുന്നാലും കോൺഗ്രസിന്റെ തീരുമാനം അനുസരിക്കും, തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ സജീവമായി ഇറങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. എന്ന് വെച്ചാൽ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റിയുടെ ഹൈക്കമാൻഡിന്റെ തീരുമാനം അംഗീകരിച്ച് നടപ്പാക്കും എന്ന്, MPമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തോട് ഒപ്പം നിൽക്കും എന്ന് പറയുന്നത് അടൂർ പ്രകാശാണ്. പോസ്റ്റ് ഇട്ടു, ഫേസ്ബുക്ക് പോസ്റ്റ് അല്പസമയത്തിനകം. എന്ന് വെച്ചാൽ കെ സുധാകരൻ മത്സരിക്കും എന്ന വാർത്ത വന്ന ഉടനെ ആ പോസ്റ്റ് പിൻവലിക്കുന്നു. ദാ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുന്നു അടൂർ പ്രകാശ് എന്നർത്ഥം. അടൂർ പ്രകാശ് മാത്രമാണോ? മറ്റ് MPമാരും ഇതേപോലെ കളത്തിലിറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആകെ വീണ്ടും കലങ്ങി മറിഞ്ഞിരിക്കുകയാണ്. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ടാകുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും മാധ്യമ പ്രവർത്തകരും.